ഉണ്ണി റമളാൻ മാസത്തിന്റെ 24ാമത്തെ പകലിലാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാരഥന്മാരായ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ, ഉത്സാരം തൊട്ടറിഞ്ഞ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ അത് നല്ലതാണ്, പക്ഷേ അത് ചില വ്യക്തികളിൽ നിന്നാകുമ്പോൾ അത് ഏറ്റവും നല്ലതായി മാറുമെന്നാണ്. ഉദാഹരണമായി, ലജ്ജ പുരുഷന്മാർക്ക് നല്ലതാണ്, പക്ഷേ അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നന്മയാണ്, ഏറ്റവും നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. പുരുഷന്മാർക്ക് പൊതുവെ ലജ്ജ ഉണ്ടാകാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. അവർ ഔറത്തു മറയ്ക്കലും നാണം മറയ്ക്കലും അവരുടെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കലും ഒക്കെ നല്ലതാണ്. പക്ഷേ അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കെങ്കേമമാണ്, അത് ബഹുഖേമമാണ്, ഏറ്റവും കരണീയമാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുന്നു, നീതി അത് എല്ലാവരിൽ നിന്നും നല്ലതാണ്. ഭർത്താവ് ഭാര്യമാരോട്, വാപ്പയും ഉമ്മയും മക്കളോട്, അതുപോലെ ഒരു അധ്യാപകൻ തൻ്റെ ശിഷ്യന്മാരോട്, ഒരു നേതാവ് തൻ്റെ അണികളോടൊക്കെ നീതി കാണിക്കണം. പക്ഷേ ആ നീതി ഉമറാക്കളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് അഹ്സനാണ്, ഏറ്റവും കരണീയമാണ്, ഏറ്റവും അഭികാമ്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് തൽക്കാലം പ്രവേശിക്കുന്നില്ല. മൂന്നാമതായി തൗബ. ഇത് തൗബയുടെ മാസമാണ്. തൗബ, വൃദ്ധന്മാർ ധാരാളമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താറുണ്ട്, തൗബ ചെയ്യാറുണ്ട്. അത് നല്ലതാണ്. പക്ഷെ അത് യുവതയിൽ നിന്നാകുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നല്ലതാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. കാരണം യുവാക്കൾ ഇനിയും പതിറ്റാണ്ടുകളോളം ജീവിക്കുമെന്ന തോന്നലിൽ ജീവിക്കുന്നവരാണ്. അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് പഠിപ്പിക്കുന്നു. റമളാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദാനധർമ്മങ്ങൾ. ദാനധർമ്മം പണക്കാർ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ഇല്ലാത്തവൻ കൊടുക്കുമ്പോൾ അത് അഹ്സനാണ്, ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും, നീതി പുലർത്തുവാനും, തൗബ ചെയ്യുവാനും, ലജ്ജയോടെ ജീവിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.